നമുക്ക് ആൽഡിഹൈഡ്സിൻ്റെയും കീറ്റോൺസിൻ്റെയും മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ നോക്കാം. രണ്ടും കൂടിയിട്ടുള്ള മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ഓഫ് ആൽഡിഹൈഡ്സ് ആൻഡ് കീറ്റോൺസ്. ഫസ്റ്റ് മെത്തേഡാണ് ഫ്രം ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോൾസ്. ആൽക്കഹോൾസിൻ്റെ ഓക്സിഡേഷൻ വഴി ആൽഡിഹൈഡ്സും കീറ്റോൺസും ഫോം ചെയ്യണത്. അപ്പം അതിൽ ഫസ്റ്റ് ഓക്സിഡൈസിങ് ഏജൻ്റ് ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നതാണ് അസിഡിഫൈഡ് K2Cr2O7 പൊട്ടാസ്യം ഡൈക്രോമേറ്റ് അല്ലെങ്കിൽ അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. നമുക്കറിയാം ഇത് സ്ട്രോങ് ആയിട്ടുള്ള ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ പ്രൈമറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡ് കിട്ടും. സെക്കൻഡറി ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ കീറ്റോൺസ് കിട്ടും. ടെർഷ്യറി ആൽക്കഹോൾസിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാൽ പ്രത്യേകിച്ച് ഇഫക്റ്റ് ഒന്നുമില്ല. അതാണ് നമ്മൾ ഓർത്തിരിക്കേണ്ട പോയിന്റ്. പ്രൈമറി ആൽക്കഹോൾസ് അപ്പോൺ ഓക്സിഡേഷൻ വിത്ത് അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഓർ പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഈൽഡ് കാർബോക്സിലിക് ആസിഡ്. സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ അപ്പോൺ ഓക്സിഡേഷൻ വിത്ത് പൊട്ടാസ്യം ഡൈക്രോമേറ്റ് ഓർ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കീറ്റോൺ കിട്ടും. അതുപോലെ തന്നെ ടെർഷ്യറി ആൽക്കഹോൾ ആണെങ്കിൽ ഇഫക്റ്റ് ഒന്നുമില്ല. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ആൽക്കഹോൾ CH3 CHOH CH3 ഈ ഒരു സെക്കൻഡറി ആൽക്കഹോൾ H+ ബാർ KMNO4 അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്ന് എഴുതുന്നത് ഇങ്ങനെയാണ്. H+ ഒരു സ്ലാഷ് ഇട്ടിട്ട് KMNO4 എന്ന് എഴുതുമ്പോൾ അസിഡിഫൈഡ് പൊട്ടാസ്യം പെർമാംഗനേറ്റ് എന്നാണ് മീനിങ്. അതുപോലെ തന്നെ H+ ബാർ K2Cr2O7 ആണെങ്കിൽ അസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റ്. അപ്പോൾ ഇതേപോലെ ഓക്സിഡേഷൻ നടത്തുമ്പോൾ ഇവിടുത്തെ ഹൈഡ്രജനും റിമൂവ് ചെയ്യും. -H2 നമുക്കറിയാം റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്ന് പറഞ്ഞാലും ഓക്സിഡേഷനാണ്. അപ്പോൾ അവിടെ ഓക്സിഡേഷൻ തന്നെയാണ് നടക്കുക. എന്നിട്ട് എന്താ ഫോം ചെയ്യുക? CH3 COCH3 ഇവിടുത്തെ ഹൈഡ്രജനെ റിമൂവ് ചെയ്തു പോയി. ഇവിടെ ഡബിൾ ബോണ്ട് ഫോം ചെയ്തു. അപ്പം ഉണ്ടായ പ്രോഡക്റ്റ് ഏതാണ്? കീറ്റോൺ, പ്രൊപ്പനോൺ ആണ് ഉണ്ടായിരിക്കുന്നത്. ഇനി അതുപോലെ തന്നെ അടുത്തൊരു സെക്കൻഡറി ആൽക്കഹോൾ എടുത്തു. ഇത് സെക്കൻഡറി ആൽക്കഹോൾ ആണ്. ഇവിടെ പ്രൈമറി ആൽക്കഹോളിനും റോളില്ല, അതുപോലെ തന്നെ ടെർഷ്യറി ആൽക്കഹോളിനും റോളില്ല. കാരണം നമ്മൾ ആൽഡിഹൈഡ്സും കീറ്റോൺസിൻ്റെയും മെത്തേഡ്സ് ഓഫ് പ്രിപ്പറേഷൻ ആണ് നോക്കണേ. അപ്പം സെക്കൻഡറി ആൽക്കഹോൾ എടുത്തു, ആസിഡിഫൈഡ് പൊട്ടാസ്യം ഡൈക്രോമേറ്റുമായിട്ട് ട്രീറ്റ് ചെയ്തു. ഇവിടുത്തെ ഹൈഡ്രജൻ പോയി, അതുപോലെ തന്നെ ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടുത്തെ ഹൈഡ്രജനെയും റിമൂവ് ചെയ്ത് കളഞ്ഞു. അപ്പോൾ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH3 CH2 C ഡബിൾ ബോണ്ട് O CH3 ബ്യൂട്ടൻ 2 ആണ് ഇവിടുത്തെ പ്രോഡക്റ്റ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെ നമുക്ക് എന്തിൽ നിന്ന് ഫ്രം ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോളിൻ്റെ ഓക്സിഡേഷൻ വഴി യൂസിങ് അസിഡിഫൈഡ് K2Cr2O7 അല്ലെങ്കിൽ പൊട്ടാസ്യം പെർമാംഗനേറ്റ് വെച്ചിട്ട് നമുക്ക് ആൽഡിഹൈഡ്സ് പ്രിപ്പയർ ചെയ്യാം. കീറ്റോൺസ് പ്രിപ്പയർ ചെയ്യാം. ഇവിടെ ആൽഡിഹൈഡ്സ് പ്രിപ്പയർ ചെയ്യാൻ പറ്റില്ല. കാരണം അസിഡിഫൈഡ് K2Cr2O7 എന്ന് പറയുന്നത് സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. പ്രൈമറി ആൽക്കഹോൾസ് ഡയറക്റ്റ് ആയിട്ട് കാർബോക്സിലിക് ആസിഡ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. പിന്നെ സെക്കൻഡറി ആൽക്കഹോൾസ് കീറ്റോൺസ് ആക്കും. ഇനി നമുക്ക് അടുത്തൊരു ഓക്സിഡൈസിങ് ഏജന്റ് നോക്കാം. അപ്പോൾ അടുത്ത ഓക്സിഡൈസിങ് ഏജന്റ് ആണ് MnO2. അപ്പോൾ ആൽക്കഹോൾസിനെ MnO2 വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്തിട്ട് ആൽഡിഹൈഡ്സും കീറ്റോൺസും ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ഈ MnO2യുടെ പ്രത്യേകത എന്താണ്? ഇറ്റ് ക്യാൻ ഓക്സിഡൈസ് ഓൺലി ബെൻസൈൽ ആൽക്കഹോൾ ആൻഡ് അലൈൽ ആൽക്കഹോൾ. അലൈൽ ആൽക്കഹോളിനെയും ബെൻസൈൽ ആൽക്കഹോളിനെയും മാത്രമാണ് ട്രീറ്റ് ചെയ്യുമ്പോൾ ഓക്സിഡൈസ് ചെയ്യുള്ളൂ. അപ്പം ബെൻസൈൽ ആൽക്കഹോളിലും അലൈൽ ആൽക്കഹോളിലും മാത്രമാണ് ഓക്സിഡൈസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് മാത്രമാണ് നമുക്ക് MnO2 ഉപയോഗിക്കാൻ പറ്റുക. പിന്നെ നമ്മൾ പറഞ്ഞ പോലെ പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ആൽഡിഹൈഡ് ഫോം ചെയ്യും, സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോൺ, ടെർഷ്യറി ആൽക്കഹോൾസ് ഹാവ് നോ ഇഫക്റ്റ്. ഓക്കെ, അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. ഇത് ബെൻസൈൽ ആൽക്കഹോളാണ്. ബെൻസൈൽ ആൽക്കഹോൾ MnO2 ആയിട്ട് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ നിന്നുള്ള ഹൈഡ്രജനും OHലത്തെ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും പോയിട്ട് CHOH അല്ലേ? അപ്പം ഇവിടുത്തെ രണ്ടും ഹൈഡ്രജൻ പോവും. ഇവിടുത്തെ രണ്ട് ഹൈഡ്രജനും റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ എന്താ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? C ഡബിൾ ബോണ്ട് OH ബെൻസാൽഡിഹൈഡ് ഫോം ചെയ്യും. ഇനി ഇത് ഒരു സെക്കൻഡറി ആൽക്കഹോളാണ്. ഈ രണ്ടാമത്തെ കാർബണിലാണ് ഓക്സിജൻ അറ്റാച്ച് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്, ഇവിടെ ഒരു ആൽക്കൈൽ ഗ്രൂപ്പ് ഉണ്ട്. അതായത് ഇതൊരു സെക്കൻഡറി ആൽക്കഹോളാണ്. ഈ സെക്കൻഡറി ആൽക്കഹോൾ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എന്താ ഫോം ചെയ്യുക? നമ്മൾ പറഞ്ഞു സെക്കൻഡറി ആൽക്കഹോൾസ് ആണെങ്കിൽ അപ്പോൺ ഓക്സിഡേഷൻ കീറ്റോൺസ് വിൽ ബി ഫോംഡ്.
അപ്പോൾ ഇവിടെ ഈ ഹൈഡ്രജനും പോവും, ഇവിടുത്തെ ഹൈഡ്രജനും പോവും. അപ്പോൾ എന്താ ഫോം ചെയ്യുക? CH3 C ഡബിൾ ബോണ്ട് O, കീറ്റോൺ ഫോം ചെയ്യും. ഓക്കെ, ഇനി ഇതാണ് അലൈൽ ആൽക്കഹോൾ. അതായത് 1, 2, 3, അതായത് ഈ പൊസിഷനിൽ ഡബിൾ ബോണ്ട് വരണ ഇങ്ങനത്തെ ഇതാണ് അലൈലിക് ഗ്രൂപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അലൈൽ ആൽക്കഹോൾ ആണെങ്കിൽ എങ്ങനെയാണ്? അലൈൽ ആൽക്കഹോളിനെ ഓക്സിഡൈസ് ചെയ്ത് കഴിഞ്ഞാലും ഇതേപോലെ തന്നെയാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക. അവിടെ എന്ത് ഫോം ചെയ്യും? ഇതേപോലെ പ്രൈമറി അലൈൽ ആൽക്കഹോൾ ആയതുകൊണ്ട് ആൽഡിഹൈഡ് ഫോം ചെയ്യും. അപ്പം CH2 ഡബിൾ ബോണ്ട് CH2 C ഡബിൾ ബോണ്ട് OH. ഇതെങ്ങനെയാണ്? ഇതിൻ്റെ പേരെന്താണ്? 3 കാർബൺ, ആദ്യത്തെ കാർബണിൽ ഡബിൾ ബോണ്ട് ആൽഡിഹൈഡ് ഗ്രൂപ്പ് ഫസ്റ്റ് കാർബണിൽ, രണ്ടാമത്തെ കാർബണിൽ ഡബിൾ ബോണ്ട്. അപ്പോൾ പ്രൊപ്പൻ 2 in 1 on, പ്രൊപ്പൻ 2 in 1 on എന്നാണ് ഇതിനെ നെയിം ചെയ്യുക. ഇതേപോലെ തന്നെ സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിലും അതെ, സെക്കൻഡറി അലൈൽ ആൽക്കഹോൾ ആയതുകൊണ്ട് അതിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ നമുക്ക് എന്താവും കിട്ടുന്നുണ്ടാവുക? കീറ്റോൺ ആണ് കിട്ടുക. ഈ ഹൈഡ്രജനും ഈ ഹൈഡ്രജനും റിമൂവ് ചെയ്യും. അപ്പോൾ പ്രോഡക്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യുക? CH2 ഡബിൾ ബോണ്ട് C ഡബിൾ ബോണ്ട് O CH3 എന്നാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക. അപ്പം 1, 2, 3, 4. അപ്പം എന്താണ്? ബ്യൂട്ടേൻ ആണിത്. അപ്പം ബ്യൂട്ടൻ 3 in 2 on, ബ്യൂട്ടൻ 3 in 2 on, അതായത് രണ്ടാമത്തെ പൊസിഷനിൽ ONE ഓണും മൂന്നാമത്തെ പൊസിഷനിൽ ഡബിൾ ബോണ്ടും. അപ്പോൾ ബ്യൂട്ടൻ 3 in 2 on എന്നാണ് ഇതിൻ്റെ പേര്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കേണ്ട അല്ലെങ്കിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം, ഓക്സിഡേഷൻ ഓഫ് ആൽക്കഹോളിൽ നമ്മൾ MnO2 ആണ് ഓക്സിഡൈസിങ് ഏജൻറ്റ് എങ്കിൽ നമ്മളവിടെ എന്താ ബെൻസൈൽ ആൽക്കഹോളും അലൈൽ ആൽക്കഹോളും മാത്രമേ ഓക്സിഡൈസ് ചെയ്യുള്ളൂ. പ്രൈമറി ആൽക്കഹോൾ ആണെങ്കിൽ ആൽഡിഹൈഡ്, സെക്കൻഡറി ആൽക്കഹോൾ ആണെങ്കിൽ കീറ്റോൺ, ടെറിഷറി ആൽക്കഹോൾ ആണെങ്കിൽ ഇഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഈ രീതിയിലാണ് പ്രോഡക്റ്റ് ഫോം ചെയ്യുക. അപ്പം പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് അടുത്ത ഓക്സിഡൈസിങ് ഏജൻ്റ് ആണ്. പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് അതിനെ നമ്മൾ ചുരുക്കിയിട്ട് എങ്ങനെയാണ് എഴുതുക? PCC, പിരിഡിനിയം ക്ലോറോക്രോമേറ്റ്, PCC എന്നാണ് നമ്മൾ അതിനെ എഴുതുക. അപ്പോൾ ഇനി പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് വെച്ചിട്ട് ആൽക്കഹോൾസിനെ ഓക്സിഡൈസ് ചെയ്യുമ്പോൾ എങ്ങനെയാണ് എന്നുള്ളത് നോക്കാം. പ്രൈമറി ആൽക്കഹോൾസിനെയാണ് ഓക്സിഡൈസ് ചെയ്യണമെങ്കിൽ അത് ആൽഡിഹൈഡ് ആവും. ഓക്കെ, സെക്കൻഡറി ആൽക്കഹോൾ അപ്പോൺ ഓക്സിഡേഷൻ വിത്ത് PCC ഗിവ്സ് കീറ്റോൺ. ടെറിഷറി ആൽക്കഹോൾസ് ആണെങ്കിൽ പ്രത്യേകിച്ച് ഇഫക്റ്റ് ഒന്നുമില്ല. അപ്പോൾ നമുക്ക് എക്സാമ്പിൾസ് നോക്കാം. CH3 CH2OH. അപ്പോൾ ഇവിടെ ഇതൊരു പ്രൈമറി ആൽക്കഹോൾ ആണ്. അപ്പോൾ അതുകൊണ്ട് എങ്ങനെയാണ് ഇത് ഓക്സിഡൈസ് ചെയ്യുമ്പോൾ ആൽഡിഹൈഡ് ആണ് ഫോം ചെയ്യുക. ഇവിടുത്തെ എച്ചും പോവും, ഇവിടുത്തെ എച്ചും പോവും. നേരത്തെ പറഞ്ഞ പോലെ എന്താണ്? ഹൈഡ്രജൻ അവിടുന്ന് റിമൂവ് ചെയ്യും. അത് തന്നെയാണ് ഓക്സിഡേഷൻ. അപ്പോൾ പ്രോഡക്റ്റ് നമുക്ക് എങ്ങനെ എഴുതാം? CH3 C ഡബിൾ ബോണ്ട് OH. ഓക്കെ, അപ്പോൾ ഇത് ആൽഡിഹൈഡ് ഫോം ചെയ്തു. ഇനി ഇത് നോക്കൂ, ഇത് സെക്കൻഡറി ആൽക്കഹോളാണ്, സെക്കൻഡറി ആൽക്കഹോളാണിത്. അപ്പോൾ ഈ സെക്കൻഡറി ആൽക്കഹോളിനെ പിരിഡിനിയം ക്ലോറോക്രോമേറ്റ് അല്ലെങ്കിൽ PCC വെച്ചിട്ട് ഓക്സിഡൈസ് ചെയ്യുകയാണെങ്കിൽ ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോവും, ഇവിടുത്തെ ഒരു ഹൈഡ്രജൻ പോവും. അപ്പോൾ ഏതാ പ്രോഡക്റ്റ് ഫോം ചെയ്യുക? CH3 C ഡബിൾ ബോണ്ട് OCH3. ഓക്കെ, അപ്പോൾ ഇവിടെ സെക്കൻഡറി ആൽക്കഹോൾ അപ്പോൺ oxidation with PCC gives ketone.